ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോവാറായോ ഹരി? ഇല്ല, റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയാ മതി. അവാർഡുകാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിലുള്ളവരോട് പറഞ്ഞാ മതി, അവര് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കണേ. നമ്മളിപ്പോ ഇന്ന് അമ്പലത്തിലേക്ക് കാണാറുള്ളതല്ലേ, അപ്പൊ കവിതയുടെ അഭിപ്രായം എനിക്കും അറിയാലോ. ശരി, ഞാനത് ഹരിയോട് ചെന്ന് പറയാം. ആ ആയിക്കോട്ടെ. അല്ല, ആ കവിത എഴുതിയ ആള് ചേച്ചിയുടെ ആരാ? അതെന്റെ അത് എന്റെ 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 സുഹൃത്താ. ഞങ്ങള് അടുത്തടുത്താ താമസിക്കുന്നത്. അപ്പോ ഹരിയുടെ നേട്ടം പറഞ്ഞ എന്റെയും കൂടി നേട്ടമല്ലേ? ഓ, അത് ശരിയാ. എന്നാ ശരി, ഞങ്ങൾ നടക്കട്ടെ. എന്തൊരു കഷ്ടം അമ്മേ, ആർക്കും കവിത വായിക്കുന്ന ശീലമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ തന്നെ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്ത് വായിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? സാഹിത്യത്തിലെ കവിതാശാഖ മൊത്തം നീ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണോ? എനിക്ക് മൊത്തം കാര്യമൊന്നും അറിയണ്ട, പക്ഷേ ഹരിയുടെ കവിത എല്ലാവരും വായിക്കണം, അത്രേ ഉള്ളൂ. അമ്മ നോക്കിക്കോ, ഞാൻ ഇനി കാണുന്നവരോടൊക്കെ പറയും, എല്ലാവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ അവസ്ഥയൊക്കെ മറക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാ ഞാൻ ഇപ്പൊ നിന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാണുന്നത്. എന്താ അമ്മ ഇത്? ഹരിയുടെ നേട്ടം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്താ ആഘോഷിക്കാനാ? ഓണം മുടങ്ങിയാലും വിഷു മുടങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഞാൻ തകർക്കും, നോക്കിക്കും. ഹരി, ഉത്തര നക്ഷത്രം. ആ അമ്മേ, വാ അമ്മേ. ഹരി, ഉത്തര നക്ഷത്രം. തിരുമേനി, അവാർഡ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് മധുരനൊമ്പരക്കാറ്റെന്നാ. എഴുത്തുകാരൻ ഹരി. പുസ്തകം വാങ്ങി വായിക്കണം കേട്ടോ. ഈ നടയിലെ പല കാര്യങ്ങൾക്കും ആൾക്കാർ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാ. അതുകൊണ്ട് എന്തായാലും വാങ്ങി വായിച്ചിരിക്കും. ഓ, അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അനുഗ്രഹം ഉണ്ടാവും. അമ്മേ, ഇനി മുതല് നിത്യേന അമ്പലത്തിൽ വരണം. എന്നിട്ടേ കാണുന്നവരോടൊക്കെ പറയണം. 100 ആളുകളോട് പറയുമ്പോഴേ 10 പേരെങ്കിലും കേൾക്കാതിരിക്കോ? വേണ്ട, ഒരാളെങ്കിലും വാങ്ങി വായിച്ചാലോ? എന്റെ മോള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ നടക്കോ? എന്തൊക്കെ പാടാ. ആദ്യം ആളുകളിൽ വായനാശീലം ഉണ്ടാക്കണം. വായനാശീലം ഉണ്ടായവരെ
കവിത വായിക്കാൻ പഠിപ്പിക്കണം. വാമേ. നടക്ക്. ഈശ്വര. ആ അല്ല എപ്പോഴാ നമ്മൾ പുറപ്പെടുന്നത്? ആ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാം. ഓ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാന്നല്ലേ രഘു സാർ പറഞ്ഞിരിക്കുന്നത്. ആ രഘു സാർ. ആ. ഓ അതെ, കുറച്ചു കാലം കൂടിയിട്ട് എല്ലാരും കൂടി സന്തോഷത്തോടെ ഒരു കാര്യത്തിൽ പോകണല്ലേ. ആ അല്ല, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് ചില കാര്യങ്ങള് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഉം. ആ ഈ സംസാരിക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഏ? അതിന്റെ ഉത്തരം ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഇനി ആ സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. നീ ഇങ്ങനെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടുപോലെ സംസാരിച്ചാലേ അതെങ്ങനെയാ? എടാ, ഇത് ജീവിതത്തിന്റെ കാര്യമാ. അതൊരു ഒഴുക്ക് പോലെയാ. ചില നേരത്ത് കയ്യും കാലിട്ട് അടിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ വേറൊരു കരയിൽ ചെല്ലുമ്പോ തങ്ങി നിൽക്കുകയും ചെയ്യും, നമ്മുടെ കൺമുന്നില് വെള്ളം അനങ്ങാതെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് ചെയ്യും. അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? സാഹിത്യകാരനായ പോരാ, ഇതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും വേണം. ആ കൊള്ളാം. ആ അല്ല, ഇതെന്താ പെട്ടെന്നൊരു പൊട്ടിത്തെറി? ആവാം. ആ ആ ആ ആ സുജാതയാ. സുജാത പോവാറായോ ഹരി? ഇല്ല, റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയാ മതി. അവാർഡുകാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ മറുപടി പ്രസംഗമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് ഞാൻ ഗംഭീരാക്കണം കേട്ടോ.